നിർദ്ദേശങ്ങളാണ് ഭഗവാൻ ഇവിടെ അർജുനന് നൽകുന്നത്. എന്തൊക്കെയാണത്? അന്തകാലേ ച മാം ഏവ സ്മരൺ മുക്ത്വാ കളേവരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ നിയമം എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് ഏറ്റവും അടിസ്ഥാനപരമായ നിയമം? അന്തകാലേച്ച മാമേവ സ്മരൺ മുക്ത്വാ കളേവരം. ഈ അന്തകാല സ്മരണത്തിന് വേണ്ടിയിട്ടാണ് ഒരു ജീവാത്മാവ് അവന്റെ ജീവിതകാലത്തിൽ അവൻ അനുഷ്ഠിക്കുന്ന യോഗചര്യയാണെങ്കിലും യജ്ഞമാണെങ്കിലും തപസ്സാണെങ്കിലും ഇനി ഏത് തരത്തിലുള്ള സാധനയാണ് ഒരുവൻ അനുഷ്ഠിക്കുന്നതെങ്കിലും അവൻ ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് അന്തകാലത്തിൽ ഭഗവാനെ കുറിച്ചിട്ടുള്ള സ്മരണമാണ്. എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ ഭഗവാൻ പറയുന്നു, അവൻ എൻ്റെ ഭാവത്തെ തന്നെ വന്ന് അടയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് ഭഗവാൻ പറയുകയാണ്, യം യം വാപി സ്മരണഭാവം ത്യജത്യന്തേ കളേവരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാസിത. കുറച്ചുകൂടെ തെളിച്ചു പറയുകയാണ്, ഏത് ഭാവത്തിലാണോ ഒരുവൻ കളേവരത്തെ ത്യജിക്കുന്നത് ആ ഭാവത്തിൽ അവൻ ചെന്ന് എത്തും എന്നുള്ളതാണ്. പ്രഭുപാദർ ഇംഗ്ലീഷിൽ പറയും, ഇഫ് യു റിമെമ്പർ ഗോഡ് at the time of leaving your body, you will reach God, and if you remember dog when you are leaving your body, you will become a dog. അതായത് ഇംഗ്ലീഷിൽ ഗോഡ് എന്ന വാക്കിനെ തിരിച്ചിടുമ്പോഴാണ് ഡോഗ് എന്ന് വരുന്നത്. അപ്പോൾ ഗോഡ് വേണോ ഡോഗ് വേണോ എന്നുള്ളത് ആരാണ് തീരുമാനിക്കേണ്ടത്? നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതെങ്ങനെയാണ് ആ തീരുമാനം ഉണ്ടാകുന്നത്? ആജീവനാന്തകാലം ഡോഗിന് പുറകെ നടന്നാൽ അവസാനവും ഓർമ്മ ഡോഗിനെ കുറിച്ചാവും. ആജീവനാന്തകാലം ഭഗവാനെ കുറിച്ചിട്ടാണ് ഒരുവൻ ചിന്തിക്കുന്നത്, ഭഗവാന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഭക്തിയിൽ അധിഷ്ഠിതമായിട്ടാണ് അവന്റെ കർമ്മങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് അന്തകാല സ്മരണം എന്ന് പറയുന്നത് ഉണ്ടാകും. അപ്പോൾ അന്തകാലേച്ച മാമേവ സ്മരൺ എന്ന് പറയുന്നത് നമ്മുടെ പരിപൂർണതയെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ അതിന് പ്രധാനമായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാകുന്ന ഒന്നല്ല. അതാണ് പ്രഭുപാദർ പറയുന്നത്. അതായത് ഇത് ആജീവനാന്തകാലം പരിശീലിക്കുന്ന വ്യക്തിക്കാണ് അന്തകാലത്തിൽ പോയിട്ട് സ്മരണ ഉണ്ടാകുന്നത്. അല്ലാത്ത പക്ഷം നമ്മളെല്ലാവരും എന്തിനെയൊക്കെ കുറിച്ചിട്ടാണോ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് അവയെല്ലാം നമ്മുടെ സ്മൃതി മണ്ഡലത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശ്രീമദ് ഭാഗവതത്തിൽ ഭരത മഹാരാജാവിന്റെ ഒരു ചരിത്രമുണ്ട്. ഭരത മഹാരാജാവാണ് ഈ ഭൂമി മുഴുവനും ഭരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഭൂമിക്ക് ഭാരതവർഷം എന്ന പേര് തന്നെ കിട്ടിയത്. അദ്ദേഹമായിരുന്നു ഈ ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയായിട്ട് വാണുകൊണ്ടിരുന്നത്. ആ ഭരത മഹാരാജാവ് തൻ്റെ രാജ്യഭാരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അന്തകാലത്തിൽ തനിക്ക് ഭഗവാന്റെ അടുത്ത് ചെന്നെത്തണം എന്നുള്ള ഉദ്ദേശമുണ്ടായിരുന്ന ഒരു മഹാഭക്തനും കൂടിയായിട്ടുള്ള ഒരു രാജാവായിരുന്നു. പ്രഭുപാദൻ എപ്പോഴും പറയാറുണ്ട്, പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരെല്ലാവരും രാജ ഋഷികളായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ സ്വഭാവം ഋഷികളുടേതാണ്, പക്ഷെ അവർ രാജ്യഭാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഭരത മഹാരാജാവും ഇപ്രകാരമുള്ള ഒരു രാജർഷിയായ ചക്രവർത്തിയായിരുന്നു. ഈ ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയായിരുന്ന ഭരത മഹാരാജാവ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഒരു ദിവസം അദ്ദേഹം തൻ്റെ രാജ്യഭാരം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പ്രയാണം ചെയ്തു എന്ന് പറയുന്നു. അതായത് ഒരു ക്ഷണം പോലും തൻ്റെ രാജ്യത്തെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അദ്ദേഹം
എല്ലാം പരിത്യജിച്ച് തൻ്റെ കൊട്ടാരം വിട്ട് ഇറങ്ങി കാട്ടിലേക്ക് നടന്നു. ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയതേയില്ല. ഭരത മഹാരാജാവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഓർക്കേണ്ടത് എന്താണ്? അദ്ദേഹം ഈ ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഐശ്വര്യത്തെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അല്ലെ? അത്രമാത്രം ഐശ്വര്യങ്ങളോടുകൂടി ജീവിച്ച ഒരു ചക്രവർത്തി, അത്രമാത്രം ശക്തിമാനായിരുന്ന ഒരു ചക്രവർത്തി, അത്രയധികം അധികാരമുണ്ടായിരുന്ന ഒരു ചക്രവർത്തി. ഇതാണ് ഭരത മഹാരാജാവ്. അപ്പോൾ ഇത്രയും അധികാരം, ഇത്രയും ഐശ്വര്യം, അതായത് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തോട്ടുള്ള ഭൗതികമായിട്ടുള്ള എല്ലാം ഉണ്ടായിരുന്ന ഒരു ചക്രവർത്തി ഒരു ദിവസം ഇതെല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പ്രസ്ഥാനം ചെയ്തു എന്ന് ചരിത്രം പറയും. അപ്പോൾ ഇദ്ദേഹം കാട്ടിലേക്ക് പ്രസ്ഥാനം ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശ്രീമദ് ഭാഗവതത്തിൽ വളരെ രസകരമായിട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് എപ്രകാരം നമ്മൾ ഓരോ ദിവസവും രാവിലെ പ്രഭാതത്തിൽ ഉണർന്നിട്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്തതിനെയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് വരുന്നു, അതുപോലെയാണ് ഭരത മഹാരാജാവ് തൻ്റെ രാജ്യവും തൻ്റെ കൊട്ടാരവും തൻ്റെ ഐശ്വര്യവും തൻ്റെ ശക്തിയും തൻ്റെ അധികാരവും എല്ലാം അപ്രകാരം ഉപേക്ഷിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഭരത മഹാരാജാവിൻ്റെ പരിത്യാഗം ഏത് തലത്തിലായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്നും ചെറിയ ഒരു ഉദ്ദേശം നമുക്ക് കിട്ടും, അല്ലെ? അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യം വിട്ടുകൊടുക്കണമെങ്കിൽ പോലും നമ്മൾ 100 തവണ ആലോചിക്കും. ഇനി നാളെ വാനപ്രസ്ഥം സ്വീകരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ വീട് വിട്ടിറങ്ങുകയാണെങ്കിൽ പോലും, ശരീരം വീട് വിട്ടിറങ്ങിയാൽ പോലും നമ്മുടെ മനസ്സ് ഒരിക്കലും ആ വീടിന് വിട്ടുപോവില്ല. എന്തുകൊണ്ടാണ്? നമ്മളെല്ലാവരും ഭൗതികമായിട്ട് നമുക്ക് ചുറ്റുമുള്ളതിനോട് അത്രയധികം ആഗ്രഹം വച്ചു പുലർത്തുന്നവരാണ്. പക്ഷെ ഇവിടെ ഭരത മഹാരാജാവ് അങ്ങനെ ആയിരുന്നില്ല. ഇത്രയുമെല്ലാം സുഖലോലുപതയും സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും ആധ്യാത്മികമായി അദ്ദേഹത്തിന് അത്രമാത്രം വിജ്ഞാനം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ ഈ പറയുന്നതെല്ലാം ത്യജിച്ചിട്ട് കാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞു. അപ്പൊ ഇത്രയും പറഞ്ഞത് ഭരത മഹാരാജാവിന്റെ ഏറ്റവും വലിയ ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. ഇനിയാണ് ചരിത്രം മാറാൻ പോകുന്നത്. ഈ ഭരത മഹാരാജാവ് കാട്ടിൽ പോയി അദ്ദേഹം ചെറുതായി അവിടെ ഒരു പർണശാല, ഒരു കുടിൽ പോലെ കെട്ടി. അവിടെ അദ്ദേഹം ഒരു ഹോമകുണ്ഡമെല്ലാം തയ്യാറാക്കി നിത്യവും അഗ്നിഹോത്രവും തൻ്റെ പൂജാകാര്യാദികളും എല്ലാമായിട്ട് കാട്ടിൽ നിന്ന് കിട്ടുന്ന ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് കാട്ടിൽ കിട്ടുന്ന പൂക്കളും മറ്റ് മരക്കൊമ്പുകളും കൊണ്ടിട്ട് അദ്ദേഹം ഹോമമെല്ലാം നടത്തി. അങ്ങനെ പൂർണ്ണമായിട്ടും പരമപുരുഷ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ദിനരാത്രങ്ങൾ തള്ളി നീക്കുകയായിരുന്നു. അപ്പോൾ ചക്രവർത്തിയായിരുന്നു, എല്ലാ സുഖ ഐശ്വര്യങ്ങളും ഉപേക്ഷിച്ചു. ഇപ്രകാരം വന്ന് മരവുരി ധരിച്ച് ഒരു കാട്ടിൽ ഒരു കുടിലിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, ഭഗവാനെ മാത്രം ആശ്രയിച്ചുകൊണ്ട്. വാനപ്രസ്ഥം എന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വനത്തിലേക്ക് പ്രസ്ഥാനം ചെയ്താൽ വനത്തിൽ ആരാണുള്ളത്? വന്യമൃഗങ്ങളുണ്ട്, അല്ലേ? വന്യമൃഗങ്ങൾക്ക് അറിയാമോ ഇത് ചക്രവർത്തിയാണ്, അല്ലെങ്കിൽ ഇത് സാധാരണ മനുഷ്യനാണ്, ഇവൻ ധനികനാണ്, ഇവൻ ദരിദ്രനാണ്, ഇങ്ങനെ വല്ലതും വന്യമൃഗങ്ങൾക്ക് എന്തെങ്കിലും വിവേചനമുണ്ടോ? ഇല്ല. അതുകൊണ്ട് കാട്ടിൽ ജീവിക്കുന്ന എല്ലാവരും, ഇതാണ് വാനപ്രസ്ഥത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. കാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിനും പ്രത്യക്ഷമായി തന്നെ ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ്? ഭഗവത് കടാക്ഷം ഉണ്ടെങ്കിലേ എന്തെങ്കിലും പഴങ്ങളോ വേരുകളോ നമുക്ക് കിട്ടുകയുള്ളൂ. ഭഗവത് കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ കുടിക്കാൻ ജലം കിട്ടുകയുള്ളൂ. ഭഗവത് കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ ദിവസവും വന്യമൃഗങ്ങൾ ആക്രമിക്കാതെ നമുക്ക് ഭഗവാന്റെ ഉപാസനയിൽ സമയം ചെലവഴിക്കാൻ കഴിയും.
അപ്പോൾ ഇതെല്ലാം വാനപ്രസ്ഥത്തിന്റെ അവസ്ഥയിൽ ഇവയെല്ലാം തന്നെ ഒരുവനെ ഭഗവാനിലേക്ക് കൂടുതൽ ശരണം പ്രാപിക്കുവാൻ ഉതകുന്ന ഒരു ചര്യയാണ് ഈ വാനപ്രസ്ഥാശ്രമം എന്ന് പറയുന്നതിൽ ഒരാൾ ചെയ്യേണ്ടുന്നത്. അപ്പോൾ അങ്ങനെ വാനപ്രസ്ഥം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആര് വന്നിരിക്കുന്നത്? ഭരത മഹാരാജാവ് കാട്ടിൽ വന്നിരിക്കുന്നത്. അങ്ങനെ കുറെ നാളുകൾ അദ്ദേഹം വളരെ ശാന്തതയോട് കൂടിയിട്ടും വളരെ മനസ്സുഖത്തോടു കൂടിയിട്ടും ഇങ്ങനെ ഭഗവത് ധ്യാനത്തിലും പൂജാകാര്യാദികളിലുമായി തൻ്റെ ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരുന്നു, വളരെ സന്തോഷവാനായി. അപ്രകാരം ഒരു ദിവസം അദ്ദേഹം തൻ്റെ ജലത്തിനുള്ള ആവശ്യത്തിനായിട്ട് അവിടെ അടുത്തൊഴുകിക്കൊണ്ടിരുന്ന ഒരു പുഴയുടെ തീരത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് വെള്ളം എടുക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ അദ്ദേഹം അവിടെ പോയപ്പോൾ ഇവിടെ വളരെ ദാരുണമായ ഒരു കാഴ്ച അദ്ദേഹം കണ്ടു. എന്തായിരുന്നു ആ ദാരുണമായ കാഴ്ച? പൂർണ്ണ ഗർഭിണിയായ ഒരു മാൻ, പൂർണ്ണ ഗർഭിണിയായ ഏത് സമയവും ഏത് നിമിഷവും ഗർഭം ധരിച്ച് പ്രസവിക്കാറായ ഒരു മാൻ, അതിനെ ഒരു സിംഹം വേട്ടയാടുവാനായി തുരത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ സിംഹം തുരത്തുന്നു, മാൻ ജീവനും കൊണ്ട് ഓടുന്നു. മാനിന്റെ വയറ്റിൽ എപ്പോൾ വേണമെങ്കിലും പുറത്തു വരാവുന്ന ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ ഇതിലൂടെ ഈ മാൻ മരണഭീതിക്ക് ഇരയായി ഏത് നിമിഷവും ഈ സിംഹത്താൽ ആക്രമിക്കപ്പെടാവുന്ന അവസ്ഥയിൽ ഈ മാൻപേട, ഈ പൂർണ്ണ ഗർഭിണിയായ മാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നദിയുടെ തീരത്തിലെത്തി. അപ്പൊ മാൻ ഇനി പോകാൻ വേറെ ഒരു സ്ഥലവുമില്ല. കുത്തൊഴുക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം ഓടുന്ന നദിയാണ്. അപ്പോൾ മാൻ എന്ത് ചെയ്തു? സിംഹത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് ആ പുഴയിലേക്ക് എടുത്ത് ചാടി. പുഴയിലേക്ക് എടുത്ത് ചാടിയതും മാൻ പ്രസവിച്ചതും ഒരുമിച്ചായിരുന്നു. പുഴയിലേക്ക് എടുത്ത് ചാടിയ പാടെ മാൻ പ്രസവിച്ചു. ഒരു മാൻപേട അവിടെ വന്ന് വീണു. അപ്പോൾ ആ പേടയെയാണ് ഭരത മഹാരാജാവ് കാണുന്നത്. അതിൻ്റെ അമ്മ മാനാകട്ടെ അപ്പോൾ തന്നെ ജീവനും നഷ്ടപ്പെട്ടു. ഭരത മഹാരാജാവ് ഈ ദാരുണമായ ഇത് കണ്ടപ്പോൾ, ഈ ഒരു കാഴ്ച അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആ മാൻപേടയുടെ മേൽ വളരെയധികം അനുകമ്പയുണ്ടായി. അനുകമ്പ എന്ന് പറഞ്ഞാൽ ഇത് ഭക്തന്റെ ഒരു വളരെ വിശിഷ്ടമായ ഗുണമാണ്. എന്താണ് അനുകമ്പ? അനുകമ്പ അതായത് മറ്റൊരാൾ കമ്പനം കൊള്ളുന്നുണ്ടെങ്കിൽ അത് കണ്ടാൽ സ്വയം കമ്പനം കൊള്ളുക, അതിനെയാണ് അനുകമ്പ എന്ന് പറയുന്നത്. അതായത് മറ്റൊരാൾക്ക് ഒരു ദുഃഖം, ഒരു വിഷമം, ഒരു വേദന ഇതുണ്ടാവുകയാണെങ്കിൽ അനുകമ്പയുള്ളൊരു വ്യക്തിക്ക് ആ വേദന, ആ ദുഃഖം അയാൾക്ക് അനുഭവിക്കാൻ കഴിയും. ഇതിനെയാണ് അനുകമ്പ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ അനുകമ്പാപൂർവം ഭരത മഹാരാജാവ് എന്ത് ചെയ്തു? ആ ചെറിയ മാൻകുഞ്ഞിനെ തൻ്റെ കൈകളിലെടുത്ത് തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. കാരണം ആ മാൻകുഞ്ഞിനെ സംരക്ഷിക്കാൻ ആരുമില്ല. ഭരത മഹാരാജാവിന്റെ നോട്ടത്തിൽ ആ മാൻകുഞ്ഞിനെ സംരക്ഷിക്കാൻ ആരുമില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ആ മാൻകുഞ്ഞിനെ എടുത്തുകൊണ്ട് തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങി വന്നു. അതിനുശേഷം മാൻകുഞ്ഞിന് കഴിക്കാനുള്ള ആഹാരം ഇതെല്ലാം ഭരത മഹാരാജാവാണ് സ്വയം കൊടുക്കുന്നത്. അങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ മാൻ കുറച്ച് ദിനങ്ങൾക്കുള്ളിൽ തന്നെ ഭരത മഹാരാജാവിന്റെ പരിചരണം കൊണ്ടിട്ട് ഈ മാൻകുട്ടി ഈ ആശ്രമത്തിന് ചുറ്റും തന്നെ തുള്ളിച്ചാടി കളിച്ചുകൂടി. ഇങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു പോകുമ്പോൾ ഭരത മഹാരാജാവിന്റെ ശ്രദ്ധ കൂടുതൽ കൂടുതൽ ആ മാൻകുഞ്ഞിലേക്ക് തിരിയാൻ തുടങ്ങി. സ്വാഭാവികമല്ലേ? കാരണം അദ്ദേഹം വളരെ അനുകമ്പയോടുകൂടി വളർത്തുന്ന ഒരു മാൻപേട. അങ്ങനെ നാളുകൾ കഴിഞ്ഞു പോയി. ചില ദിവസങ്ങളിൽ മാൻകുട്ടിയാണല്ലോ, അതും ഒരു വന്യമൃഗമല്ലേ, അത് ആശ്രമത്തിന് ചുറ്റും ഓടിക്കളിക്കും, ചിലപ്പോൾ കുറച്ച് ദൂരം ഓടിപ്പോകും. അപ്പോഴെല്ലാം ഭരത മഹാരാജാവിന്റെ മനസ്സിൽ വല്ലാത്തൊരു ആശങ്കയാണ്.
എവിടെ പോയി കാണും, ഇനി അതിനെ ആരെങ്കിലും ആക്രമിച്ചു കാണുമോ? ഇങ്ങനെയെല്ലാമുള്ള ഭയം, ആശങ്ക എന്നിവയെല്ലാം ഭരത മഹാരാജാവിന്റെ മനസ്സിൽ ഉടലെടുത്തു തുടങ്ങി. ക്രമേണ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പൂജ, ധ്യാനം എന്നിവയെല്ലാം വളരെ യാന്ത്രികമായി തുടങ്ങി. അദ്ദേഹത്തിന്റെ ശ്രദ്ധയും അദ്ദേഹത്തിന്റെ ചിന്താമണ്ഡലത്തിലുമെല്ലാം ആരാണുള്ളത്? ഇപ്പോൾ ഈ മാൻകുഞ്ഞാണുള്ളത്. അങ്ങനെ ഇരിക്കെയാണ് ഇത്രയും ശ്രേഷ്ഠനായ ഭരത മഹാരാജാവ് തന്റെ ശരീരം വെടിയുന്നത്. ആ മാൻകുഞ്ഞിനെ സ്മരിച്ചുകൊണ്ട് ശരീരം വെടിഞ്ഞതിനാൽ അടുത്ത ജന്മം ഇത്രയും ശ്രേഷ്ഠഭക്തനായ ആ ഭരത മഹാരാജാവിന് ഒരു മാനായി ജനിക്കേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം ഇത്രയും ഉത്തമനായ ഒരു ഭക്തനായിരുന്നതിനാൽ ഭഗവാൻ അദ്ദേഹത്തിന് ഒരു കൃപ ചെയ്തു. എന്താണത്? മാനായിട്ട് ജനിച്ചപ്പോഴും അദ്ദേഹത്തിന് തൻ്റെ പൂർവജന്മത്തെ കുറിച്ചിട്ടുള്ള സ്മൃതി ഭഗവാൻ നൽകി. ഇപ്പോൾ മാനായി ജനിച്ച ഭരത മഹാരാജാവ് ഓരോ ദിവസവും ചിന്തിച്ചത് താൻ എത്ര വലിയ മണ്ടനായിരുന്നു എന്നാണ്. കാരണം ആലോചിക്കണം, ഏതൊന്നിനെയാണോ ത്യജിക്കാൻ ബുദ്ധിമുട്ട് അതിനെ അദ്ദേഹം വളരെ ലാഘവത്തോടു കൂടി ത്യജിച്ചു. വളരെ എളുപ്പത്തിൽ, ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ അദ്ദേഹത്തിന് ഈ ഭൂമിയുടെ ചക്രവർത്തി പദം ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും പുനർചിന്തനം വന്നതേയില്ല. അങ്ങനെയുള്ള അത്രയും ശ്രേഷ്ഠനായ ആ ഭക്തനാണ് ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നത്? ഭഗവാനെ തന്നെ മറന്നുപോയി ഒരു മാനിനെ കുറിച്ച് ചിന്തിച്ച് മാനായി ജനിക്കേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ എല്ലാവരുടെയും അപകടകരമായ അവസ്ഥ എന്ന് പറയുന്നത്. എത്ര പെട്ടെന്ന് നമുക്ക് ഈ ഭഗവത് സ്മരണ അല്ലെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നിന്നും ഭഗവാനെ കുറിച്ചുള്ള ചിന്ത അകന്നു പോകുന്നത് നമ്മൾ പോലും അറിയുകയില്ല. ഇവിടെ ഭരത മഹാരാജാവിന് അതാണ് സംഭവിച്ചത്. അദ്ദേഹം വാനപ്രസ്ഥം സ്വീകരിച്ചു, എല്ലാം ഉപേക്ഷിച്ചു, ആയുധങ്ങളില്ല, ഒന്നുമില്ല, ശക്തിയില്ല, ഒന്നും വേണ്ട, എല്ലാം ത്യജിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? അവബോധത്തെ എവിടെ നിലയ്ക്ക് നിർത്തേണമോ അവിടെ നിലയ്ക്ക് നിർത്താൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി. ഇതാണ് നമ്മുടെ അവബോധം സ്ഥിതമായിരിക്കണം എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം. പിന്നീട് ഇതേ ഭരത മഹാരാജാവ് മാനായി ജനിച്ചു. ആ ശരീരം ത്യജിച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന് ഒരു മനുഷ്യ ശരീരം ലഭിച്ചു. ആ മനുഷ്യ ശരീരത്തിലാണ് അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ശ്രീമദ് ഭാഗവത്തിൽ കാണുന്ന ജഡഭരതൻ. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചു. അദ്ദേഹം ഏറ്റവും ഇളയ പുത്രനായിട്ടാണ് ജനിച്ചത്. പക്ഷേ ഈ പൂർവജന്മ സ്മൃതി ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് അദ്ദേഹം തികച്ചും ഒരു മൂഢനെ പോലെ പ്രവർത്തിച്ചു ആ ജന്മത്തിൽ. എന്തുകൊണ്ടാണ്? ആരോടും മിണ്ടില്ല. ഒരു പൂർണ്ണ മണ്ടനെ പോലെ, ആരെന്ത് പറഞ്ഞാലും ചെവിക്കൊള്ളുകയില്ല. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ഒരു തവണ ഞാൻ ആ ഒരു മാൻപേടയെ കണ്ടതും അതിനെന്തെങ്കിലും സഹായം ചെയ്യണം എന്ന് ചിന്തിച്ചതും കൊണ്ടാണ് എനിക്ക് ഇത്രയും സമയം എൻ്റെ പാഴായിപ്പോയത്. അതുകൊണ്ട് ജഡഭരതനായി വന്നപ്പോൾ അദ്ദേഹം തൻ്റെ സമയം ഒട്ടുമേ പാഴാക്കിയില്ല. ജഡഭരതന്റെ ചരിത്രം ശ്രീമദ് ഭാഗവതത്തിൽ വളരെ വിസ്താരമായിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. കാരണം നമ്മളിത് പറയാൻ, ഈ ചരിത്രം പറയാൻ ഉള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അന്തകാലേച്ച മാമേവസ്മരൺ എന്ന് പറയുന്നത് എത്ര പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ട മറ്റൊരു ചരിത്രം എന്ന് പറയുന്നത് അജാമിളൻ എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ ചരിത്രവും കൂടെ ഇതിനോട് ചേർത്ത് നമുക്ക് പറയാം. അതായത് അജാമിളൻ വളരെ വലിയ ദുഷ്ടനായിരുന്നു. ജന്മന ജനിച്ചത് ബ്രാഹ്മണനായിട്ടാണ്, വേദാധ്യയനം കഴിഞ്ഞു, നല്ല ബ്രാഹ്മണനായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വേശ്യാസ്ത്രീയിൽ ആകൃഷ്ടനാവുകയും അവരെ വിവാഹം കഴിക്കുകയും അപ്രകാരം ആ ദുസ്സംഗം മൂലം ഒരു കൊള്ളക്കാരനായി തീരുകയും ചെയ്തത്. പക്ഷേ ഇദ്ദേഹം ചെറുപ്പത്തിൽ ചെയ്ത നല്ല കാര്യങ്ങൾ കാരണം ഇദ്ദേഹത്തിന് തനിക്ക് ജനിച്ച ഏറ്റവും ഇളയ പുത്രനെ നാരായണ എന്ന് പേരിടാൻ കാരണമായി.
മരിക്കാൻ കിടക്കുന്ന അവസ്ഥയിൽ നാരായണ എന്ന് വിളിച്ചു. മകനെയാണ് വിളിച്ചതെങ്കിൽ പോലും വിഷ്ണുദൂതന്മാർ വരികയും യമദൂതന്മാരെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും പിന്നീട് അജാമിളന് വീണ്ടും നാരായണ നാമം ജപിച്ച് നാരായണ സ്മൃതിയോടുകൂടി ശരീരം ത്യജിക്കുവാനുള്ള ഒരു അവസരം നൽകി. രണ്ടിൽ നിന്നും നമ്മൾ പാഠം പഠിക്കുന്നു. എന്താണ്? ഭരത മഹാരാജാവിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു, നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്താലും ഇതൊരു നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറയുന്ന കാര്യമാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് ഞാനിതിപ്പോൾ എല്ലാം പഠിച്ചു, ഇതെല്ലാം കേട്ടു, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം എന്ന് എനിക്കറിയാം, ഞാൻ അത്യാവശ്യം ചില ദിവസങ്ങളിൽ ജപിക്കും, ചില ദിവസങ്ങളിൽ ജപിക്കില്ല, പക്ഷെ എനിക്കറിയാം ഏത് സമയം വരുമ്പോൾ അത് ജപിക്കണം എന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ ആ സ്മരണ കിട്ടില്ല എന്നുള്ളതിനുള്ള ഉദാഹരണം ഭരത മഹാരാജാവാണ്. ഇനി നാമത്തിന്റെ ശക്തിയെ ചൂണ്ടിക്കാണിക്കുന്നതാണ് അജാമിളന്റെ ചരിത്രം എന്ന് പറയുന്നത്. അതായത് ഭഗവത് തിരുനാമത്തിന് എത്ര ശക്തിയുണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അജാമിളോപാഖ്യാനമാണ്. ശ്രീമദ് ഭാഗവതം അജാമിള ചരിതം. അതിൽ നിന്നും നമ്മൾ പഠിക്കുന്നത് ദിവ്യനാമത്തിന് എത്ര ശക്തിയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എല്ലാവർക്കും അജാമിളന് സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കും എന്ന് വിചാരിക്കരുത്. ഇതിന് വളരെ രസകരമായ ഒരു കഥയുണ്ട്. ഇത് ഡൽഹിയിൽ ഒരാൾക്ക് പറ്റിയതാണത്രേ. ഡൽഹിയിൽ നിന്നും ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ വൃന്ദാവനത്തിലെത്താം. അതുകൊണ്ട് ഡൽഹിയിലുള്ള ധനികന്മാരെല്ലാവരും വൃന്ദാവനത്തിൽ ഒരു ചെറിയ വീടോ ഫ്ലാറ്റോ ഒക്കെ മേടിച്ചു വയ്ക്കും. എന്തിനാണെന്നറിയാമോ? വൃന്ദാവനം എന്ന് പറയുന്നത് വ്രജഭൂമി, ഭഗവാൻ ശ്രീകൃഷ്ണൻ കളിച്ചു വളർന്ന ഭൂമിയാണ്. വ്രജഭൂമിയിൽ ജീവൻ ത്യജിക്കുന്ന എല്ലാവർക്കും ഭഗവത് ധാമത്തിലേക്ക് നേരിട്ട് പോകാമെന്നാണ് വ്രജഭൂമിയുടെ മാഹാത്മ്യം പറയുന്നത്. ഇതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഡൽഹിയിലുള്ളവരെല്ലാവരും വൃന്ദാവനത്തിൽ പോയിട്ട് ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്സ്കേർട്സിൽ ആ വ്രജഭൂമി എന്ന് പറയുന്നത് ഇത്രയും ക്രോശം സ്ഥലം എന്നുണ്ട്, അതിനകത്ത് എവിടെയെങ്കിലും ഒരു താമസ സ്ഥലം മേടിച്ചു വയ്ക്കും. ഇവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഭൗതികമായിട്ടുള്ള ആസ്വാദനങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം കൈയും കാലും അനക്കാൻ പറ്റാതെ കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല, ആ അവസ്ഥയിൽ ഞാൻ അവിടെ പോയി കിടക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? ആസ്വദിക്കാനുള്ളതെല്ലാം ആസ്വദിച്ചു, ഇതെല്ലാം കഴിയുമ്പോൾ വൃന്ദാവനത്തിൽ പോയി കിടന്ന് മരിക്കുമ്പോൾ എനിക്കങ്ങ് ഗോലോകപ്രാപ്തി കിട്ടും എന്ന് വളരെ ധൈര്യമായിട്ടിരിക്കും. പക്ഷെ എന്താ സംഭവിക്കുക? ഇവർക്ക് വയസ്സാവും, ഇവർ പോയിട്ട് വൃന്ദാവനത്തിൽ താമസിക്കും. ഓക്കെ, വളരെ ധനികനാണ്, കുട്ടികളുണ്ട്, സ്വന്തക്കാരുണ്ട്. അപ്പോൾ ഇവരെ കെയർ ടേക്കറായിട്ടും അല്ലെങ്കിൽ സ്വന്തക്കാരായിട്ടും ഒക്കെ ഇവരുടെ ചുറ്റും ആളുകൾ കാണും. ഇയാൾക്കൊരു ഹാർട്ട് അറ്റാക്ക് വരും. എവിടെ വെച്ചിട്ട്? വൃന്ദാവനത്തിൽ വെച്ച് വരും. ഇവരെന്ത് ചെയ്യും? ഉടനെ തന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് ആംബുലൻസ് വരും. എന്നിട്ട് ഇദ്ദേഹത്തെ അതിൽ കയറ്റി വിടും. കറക്റ്റ് വൃന്ദാവനം ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ആള് മരിക്കും. എന്തുകൊണ്ടാണ്? ഭഗവാനെ കബളിപ്പിക്കാൻ നമ്മൾ ആരും വിചാരിച്ചാൽ പറ്റില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ടുകളിലൂടെ നമുക്ക് ഭഗവത് സ്മരണ ഉണ്ടാകും എന്ന് ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇനി വേറൊരാളുടെ കഥ പറയാം. ഇയാളും ഡൽഹിയിൽ ഒരു വലിയ വ്യാപാരിയായിരുന്നു. മനസ്സിലായില്ലേ? നല്ല വ്യാപാരിയാണ്. ഇയാൾക്ക് 4 പുത്രന്മാരുണ്ടായിരുന്നു. 4 പുത്രന്മാർക്ക്, ഇയാൾ അജാമിളന്റെ ചരിത്രം ഇയാൾക്ക് അറിയാവുന്നുണ്ട്. 4 പുത്രന്മാർക്കും പരമപുരുഷ ഭഗവാന്റെ പേരുകളാണ് ഇട്ടത്. 4 പുത്രന്മാർക്കും ഭഗവാന്റെ പേര് തന്നെ ഇട്ടു. എന്തുകൊണ്ടാണ്? ആരെ വിളിച്ചാലും അത് അവസാനത്തെ വിളിയാണെങ്കിൽ ഭഗവാൻ കേൾക്കുമല്ലോ എന്നായിരുന്നു ഇയാളുടെ ഉദ്ദേശം. അങ്ങനെ 4 പേരെയും ഇയാൾ ഭഗവാന്റെ നാമം ഇട്ടു. ബിസിനസ് എല്ലാം ഇങ്ങനെ നടക്കുകയാണ്. ഇയാൾക്ക് പ്രായമായി. അപ്പോൾ ബിസിനസ് എല്ലാം ഇയാൾ മക്കളെ ഏൽപ്പിച്ചു. പക്ഷെ ദിവസവും വൈകുന്നേരം കടയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മക്കൾ ഇയാൾക്ക് കണക്കെല്ലാം ബോധിപ്പിക്കണം. എന്തുകൊണ്ടാണ്? ഞാൻ ഉണ്ടാക്കിയതല്ലേ, നിങ്ങൾക്ക് തന്നു എന്ന് വെച്ചിട്ട് ഞാൻ മുതലാളി ആവാതിരിക്കുന്നില്ലല്ലോ, ഞാൻ കടയ്ക്ക് വരുന്നില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഇയാൾ എന്താണ്? ഇപ്പോൾ ഇയാൾ വാനപ്രസ്ഥത്തിലാണ്, എല്ലാം മക്കൾക്ക് കൈമാറി, മറ്റൊന്നും ഇല്ല എന്നുള്ള അവസ്ഥയാണ്. പക്ഷെ ഇയാളുടെ മനസ്സിൽ മുഴുവൻ എന്താണ്?
താൻ ഇത്രയും ബുദ്ധിമുട്ടി പടുതുയർത്തിയ കച്ചവടം എന്താകും എന്നുള്ള ചിന്ത എപ്പോഴും ഇയാളുടെ മനസ്സിൽ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇയാൾക്ക് വളരെ വയ്യാതെയായി. അപ്പോൾ ഏത് നിമിഷവും മരിക്കാം എന്നുള്ള അവസ്ഥയിലാണ് ഇയാളുള്ളത്. അപ്പോൾ ഇയാൾക്ക് ശരിക്ക് കണ്ണും കണ്ടുകൂടാ, ശരിക്ക് ചെവി കേട്ടുകൂടാ, കഫം വന്ന് തൊണ്ടയിൽ നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇയാൾ ഓരോ പുത്രന്മാരെ ആയിട്ട് വിളിക്കുകയാണ്. നാരായണ, വാസുദേവ, കൃഷ്ണ, ഗോവിന്ദ, ഇങ്ങനെ ഓരോ പുത്രന്മാരെ ആയിട്ട് വിളിച്ചു നോക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് അച്ഛ എന്ത് വേണം എന്ന് ചോദിച്ച് ഇങ്ങനെ 4 പുത്രന്മാരും ചുറ്റും നിൽക്കുകയാണ്. ഇയാളിങ്ങനെ കട്ടിലിൽ മലന്ന് കിടക്കുന്നു. അപ്പൊ 4 പേരെയും ഇയാൾ ഇങ്ങനെ നോക്കി, ശരിയായിട്ട് കാണാനും വയ്യ, പക്ഷെ 4 പേരെ ഇങ്ങനെ ഉറ്റു നോക്കുകയാണ്. അപ്പോൾ പുത്രന്മാർ വിചാരിച്ചു നമ്മളെല്ലാം ഭഗവാന്റെ നാമമിട്ട് അച്ഛൻ വളർത്തി, അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ചുറ്റും നിൽക്കുന്നു, എല്ലാവരുടെയും പേരച്ഛൻ 2ഉം 3ഉം തവണ വിളിച്ചു. അപ്പൊ എല്ലാവരും വളരെ സന്തുഷ്ടരായി. കാരണം അച്ഛൻ ഉദ്ദേശിച്ചത് ഇതാണ്, നമ്മുടെ പേര് വിളിക്കുമ്പോൾ ഭഗവാൻ കേൾക്കും, അച്ഛനെ അങ്ങ് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ധാരണയിലാണ് ഇവരും ചുറ്റും നിൽക്കുന്നത്. അച്ഛനെ ഇങ്ങനെ നിന്നിട്ട് അച്ഛൻ ചോദിച്ചു, 4 പേര് ഇവിടെ വന്ന് നിന്ന കടയിൽ ആരാണെന്ന് ചോദിച്ചു. ആ ക്ഷണത്തിൽ ജീവനും പോയി. സ്വാഭാവികമായിട്ട് അടുത്ത ജന്മം എന്തായിരിക്കും? കടയിലെ സെക്യൂരിറ്റി ആയിട്ട് വന്ന് കാണും മിക്കവാറും. ഇതാണ് പറയുന്നത് അന്തകാലേച്ച മാമേവ സ്മരൺ മുക്വാ കളേവരം എന്ന് കേൾക്കുമ്പോൾ നമുക്കിത് വളരെ എളുപ്പമാണ് എന്ന് തോന്നും. പക്ഷേ ഇത് ഒരു ജീവിതകാലം മുഴുവനുള്ള സാധനയിലൂടെയാണ് ഒരുവൻ നേടിയെടുക്കുന്നത്. 2 കാര്യങ്ങളാണ്. ഇതെന്തുകൊണ്ടാണ് നിത്യേന പരിശീലിക്കണം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഏത് ദിവസമാണ് ഒരാൾ മരിക്കാൻ പോകുന്നത് എന്ന് ആർക്കുമേ അറിയില്ല, അല്ലേ? പരീക്ഷിത് മഹാരാജാവിന് മാത്രമാണ് 7 ദിവസം സമയം കിട്ടിയത്. 7 ദിവസം പരീക്ഷത്തിന് സമയം കിട്ടി. തക്ഷകൻ 7ാം ദിവസം വന്ന് ദംശിക്കുമ്പോൾ അങ്ങയുടെ ജീവൻ നഷ്ടപ്പെടും എന്നാണ് ശൃംഗിയുടെ ശാപം. അതുകൊണ്ട് പരീക്ഷത്തിന് 7 ദിവസത്തെ നോട്ടീസ് കിട്ടി. ഭാഗവതത്തിൽ തന്നെ മറ്റൊരു മഹാഭക്തനായ ഒരു രാജാവിന്റെ ചരിത്രമുണ്ട്, ഖട്വാംഗ മഹാരാജാവ്. അദ്ദേഹവും ഇതുപോലെ മഹാഭക്തനായിരുന്നു. അദ്ദേഹം മഹാവീരശൂരനായ ഒരു രാജാവും കൂടെയായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ അദ്ദേഹത്തെ യുദ്ധം ചെയ്യുവാനായി ദേവലോകത്തിലേക്ക് കൊണ്ടുപോയി. അതായത് ദേവന്മാരുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്യുവാനായിട്ട് അക്കാലങ്ങളിൽ, മുൻ യുഗങ്ങളിൽ അത്ര പ്രാവീണ്യമുള്ള രാജാക്കന്മാരെ അവർ കൊണ്ടുപോകുമായിരുന്നു വലിയ വലിയ യുദ്ധത്തിൽ അവരുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്യുവാനായി. അങ്ങനെ ദശരഥനും അപ്രകാരം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഖട്വാംഗ മഹാരാജാവും അവിടെ ഇങ്ങനെ ഉപരിലോകങ്ങളിൽ യുദ്ധത്തിനായി പോയി. അപ്പോൾ അവിടെയും ഇവിടത്തെയും സമയക്രമത്തിന് വ്യത്യാസമുണ്ട്. നമ്മുടെ ഒരു വർഷമാണ് അവിടെ ഒരു ദിവസം. അങ്ങനെ ഖട്വാംഗ മഹാരാജാവ് അവിടെ കുറെ മാസങ്ങൾ യുദ്ധം ചെയ്തു. വലിയ യുദ്ധമായിരുന്നു. അപ്പോൾ യുദ്ധം കഴിഞ്ഞു. അപ്പോൾ ഇനി ഭൂമിയിലേക്ക് മടങ്ങണം. അപ്പൊ ഖട്വാംഗ മഹാരാജാവിനും അറിയാം ഇവിടുത്തെ സമയവും അവിടുത്തെ സമയവും വളരെ വ്യത്യാസമാണെന്ന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു ബ്രഹ്മാവിനോട്, എനിക്കിനി എത്ര സമയം ബാക്കിയുണ്ട്? കാരണം ഞാനിപ്പോൾ ദേവലോകത്തിൽ നിന്നും അങ്ങ് ഭൂമിയിലോട്ട് പ്രവേശിക്കാൻ പോവുകയാണ്, എത്ര സമയമുണ്ട്? ബ്രഹ്മാവ് പറഞ്ഞു, നിനക്ക് ഒരു ക്ഷണം. ക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊന്ന് കണ്ണ്, ഇതാണ് ഒരു ക്ഷണം. അപ്പോൾ ഖട്വാംഗ മഹാരാജാവിനോട് ബ്രഹ്മാവ് പറയുകയാണ്, നിനക്ക് താഴെ ഇറങ്ങിയാൽ ഒരു ക്ഷണമാണ് നിനക്ക് കിട്ടാൻ പോകുന്ന സമയം. അപ്പോൾ ഖട്വാംഗ മഹാരാജാവ് പറഞ്ഞു, മതി, അത് മതി. എന്തുകൊണ്ടാണ്? ആ ഒരു ക്ഷണം എനിക്ക് ഭഗവാനെ സ്മരിച്ചാൽ മതി. പക്ഷെ അതിനെന്ത് വേണം? അത്രയും സ്മരിച്ചിട്ടുള്ള പരിശീലനം ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ആ ഒരു ക്ഷണത്തിനിടയിൽ, നമ്മൾ ഒരു ക്ഷണം എന്ന് പറയുമ്പോൾ, ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന നേരം എന്ന് പറയുമ്പോൾ, ഒരു വിധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വളരെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടൊരു സ്പാൻ ഓഫ് ടൈം, അല്ലേ? അങ്ങനെയല്ലേ? ഇതിലും ചെറുതായിട്ടൊരു സ്പാൻ ഓഫ് ടൈം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ
ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും, നമ്മുടെ മനസ്സ് ഒരു 1000 സ്ഥലത്ത് വേണമെങ്കിൽ പോയിട്ട് 1000 സ്ഥലത്ത് വേണമെങ്കിൽ നമ്മുടെ മനസ്സ് പോയിട്ട് ഒരു ക്ഷണത്തിനുള്ളിൽ. അതുകൊണ്ടാണ് ഖട്വാങ് മഹാരാജാവ് ഒരു പക്ഷേ പറഞ്ഞു, എനിക്ക് ഒരു ക്ഷണം മതി. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആ ഒരു ക്ഷണത്തിൽ എനിക്ക് ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ടിരിക്കാൻ കഴിയും എന്ന്. അതെങ്ങനെയാണ് ആ അവസ്ഥയിലേക്ക് ഒരുവൻ എത്തുന്നത് എന്ന് ചോദിച്ചാൽ ആജീവനാന്തകാലമുള്ള പരിശീലനത്തിലൂടെയാണ്. അപ്പോൾ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അന്തകാലേച്ച മാം ഏവ സ്മരൺ, എന്നെ മാത്രം സ്മരിക്കുക. അത് നമ്മൾ ഇപ്പോൾ ഭഗവാനെ മാത്രമല്ല സ്മരിക്കുന്നത്, നമ്മൾ ആരെയൊക്കെയോ സ്മരിക്കുന്നു, അല്ലേ? ഭഗവാനെയും സ്മരിക്കുന്നു. അങ്ങനെയാണല്ലോ. ഭഗവാനെ സ്മരിക്കുന്നേ ഇല്ല എന്ന് വരുന്നില്ല. നമ്മൾ ആരെയെല്ലാമോ സ്മരിക്കുന്നു, ഭഗവാനെയും സ്മരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഭഗവാനെയും സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് ചെയ്യാവുന്നത്, നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഞാൻ അങ്ങയെ ഇത്ര ക്ഷണം സ്മരിക്കുന്നു, കൂടുതൽ അങ്ങയെ സ്മരിക്കുവാനുള്ള മനോഭാവം എനിക്ക് ഉണ്ടാക്കി തരണമേ. എന്താണ് വേണ്ടത്? മനോഭാവം. നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കാം, എനിക്ക് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ കുറച്ചുകൂടെ സമയം തരണമേ. അത് വെറുതെയാണ്. എല്ലാവർക്കും ഭഗവാൻ തുല്യമായിട്ട് 24 മണിക്കൂർ തന്നിട്ടുണ്ട്. അല്ലാതെ ഭക്തന് മാത്രം 2.5 മണിക്കൂർ ജപിക്കാനുള്ളതുകൊണ്ട് നിന്റെ ദിവസം 26 മണിക്കൂറാക്കി തരാം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സമയം തരണമേ എന്ന് ചോദിക്കുന്നു. എന്താണ് വേണ്ടത്? മനസ്സനുവദിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മനസ്സനുവദിച്ചാൽ സമയം നമ്മൾ കണ്ടെത്തും. സമയം എല്ലാവർക്കും ഉണ്ട്, അല്ലേ? സമയം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മുടെ മനസ്സാണ് നമ്മളോട് പറയുന്നത് സമയമില്ല എന്ന്. അതുകൊണ്ട് ആ മനസ്സിനെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നുണ്ട്, ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ആദ്യം നമ്മൾ ചെരുപ്പെടുത്ത് നമ്മുടെ മനസ്സിനെ ഒരു 50 തവണ അടിക്കണം. എന്തിനാണ്? മര്യാദയ്ക്ക് ഇന്ന് ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കണം. വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ഒരു 50 അടിയും കൂടെ കൊടുക്കണം. എന്തിന്? രാത്രി എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയും. നാളെ രാവിലെ മര്യാദയ്ക്കിരിക്കണം. ഇങ്ങനെയാണ് മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടത്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പരിശീലനത്തിലൂടെ തീർച്ചയായിട്ടും എപ്പോഴാണോ ഭഗവത് സ്മരണ വേണ്ടത്, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ സ്മരണ ലഭിക്കും എന്നതിൽ നമുക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. ഹരേ കൃഷ്ണ. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാട്സപ്പിലൂടെ അറിയിക്കാവുന്നതാണ്. ഉത്തരങ്ങൾ വോയിസ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഹരേ കൃഷ്ണ.